മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച ഡൊമിനിക് അരുൺ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് നിർമ്മിച്ചത്. നിരവധി റെക്കോർഡുകളാണ് ചിത്രം ഇതിനോടകം മറികടന്നത്. ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി എത്തി മിന്നും വിജയം നേടിയ ചിത്രം കൂടെയാണ് ലോക. മലയാള സിനിമയ്ക്ക് പുതിയ തലങ്ങൾ സമ്മാനിച്ച ചിത്രം നിരവധി റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി മുൻനിര താരങ്ങളുടെ ചിത്രങ്ങളടക്കം മറികടന്ന് മലയാളത്തിൽ നിന്ന് 300 കോടി രൂപ പിന്നിടുന്ന ആദ്യ ചിത്രമായി ലോക മാറിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ്. റിലീസ് ചെയ്ത് ആദ്യ 41 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ചിത്രം 300 കോടി ക്ലബ്ബ് മറികടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പൃഥ്വിരാജ്, സുകുമാരൻ, മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ എമ്പുരാൻ നേടിയ 265.5 കോടി രൂപ എന്ന റെക്കോർഡാണ് ലോക ഇവിടെ മറികടന്നിരിക്കുന്നത്. 240 കോടി രൂപ നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് മൂന്നാമതും 234.5 കോടി രൂപ നേടിയ മോഹൻലാൽ ചിത്രം തുടരും 4ാം സ്ഥാനത്തുമാണുള്ളത്. ഇതോടെ മലയാളത്തിലെ ഏറ്റവും വലിയ ആഗോള ഗ്രോസറായി മാറിയ ചിത്രം ആഗോളതലത്തിൽ 300 കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ മലയാള ചിത്രം കൂടിയായി. ഇത് മാത്രമല്ല, ഇനിയുമുണ്ട് ലോക മറികടന്ന റെക്കോർഡുകൾ വേറെ. 21ാം നൂറ്റാണ്ടിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട മലയാള ചിത്രമായി ലോകം മാറിയിരുന്നു. മാത്രമല്ല, കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ആദ്യമായി 50,000 ഷോകൾ പിന്നിട്ട ചരിത്രവും ലോക സ്വന്തമാക്കി. 1,18,00,000-ലധികം പ്രേക്ഷകരാണ് ചിത്രം ഇതിനോടകം ആഗോളതലത്തിൽ നിന്ന് കണ്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും വമ്പൻ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. 178 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് നേടിയ ലോക ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന മലയാള ചിത്രമായി മാറി. ഒപ്പം മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ 5 മില്യണിലധികം ടിക്കറ്റുകൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലൂടെ വിറ്റു എന്ന റെക്കോർഡും ലോകയ്ക്ക് സ്വന്തമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ 2ാമത്തെ മലയാള ചിത്രം കൂടിയാണിത്. ഇനിയുമുണ്ട് നിരവധി റെക്കോർഡുകൾ ലോകയ്ക്ക് സ്വന്തമായി. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഡബ്ബ് ചെയ്ത ചിത്രം, തെലുങ്കിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മലയാള ചിത്രം, ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ എന്നീ റെക്കോർഡുകളും ലോകയുടെ പേരിലായി കഴിഞ്ഞു. വെറും 38 ദിവസങ്ങൾക്കുള്ളിലാണ് സിനിമ ഈ റെക്കോർഡുകളൊക്കെ നേടിയത്. അങ്ങനെ മലയാളത്തിലെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം മറ്റ് ഓൾ ടൈം ടോപ്പ് ഗ്രോസർ ചിത്രങ്ങളെക്കാൾ മികച്ച ലീഡ് നേടിയാണ് ബോക്സ് ഓഫീസിൽ മുന്നേറുന്നത്. കേരള ചരിത്രത്തിന്റെ ഭാഗമായ കള്ളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡൊമിനിക് അരുൺ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 2ാം ഭാഗത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് അവസാനിക്കുന്ന ചിത്രത്തിന് 5 ഭാഗങ്ങളാണുള്ളത്. അങ്ങനെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഗംഭീര വിജയത്തിന് പിന്നാലെ 2ാം ഭാഗം അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മൈക്കിൾ എന്ന പേരിലുള്ള ചാത്തനായി ടൊവിനോ ആവും ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുക. ചാർലി എന്ന പേരുള്ള ഒടിയനായി ദുൽഖർ സൽമാനും ചിത്രത്തിൽ എത്തിയേക്കുമെന്നാണ് വിവരം. ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, ശരത് സഭ, നിശാന്ത് സാഗർ, വിജയരാഘവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ദീപാവലിയോടനുബന്ധിച്ച് OTT-യിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഒക്ടോബർ 20-ന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം എത്തുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. തിയേറ്ററുകളിലെത്തി ചിത്രം കണ്ടവർ പോലും ലോകയുടെ OTT റിലീസിനായി കാത്തിരിക്കുകയാണ്. തിയേറ്റർ റിലീസിന് പിന്നാലെ നിരവധി റെക്കോർഡുകൾ മറികടന്ന ചിത്രം ഇനി OTT-യിൽ എന്തൊക്കെ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.